പാലക്കാട് ബി.ജെ.പിയിൽ പ്രശാന്ത് ശിവനെ ചൊല്ലിയാണ് തമ്മിലടി. നിബന്ധനകളുടെയും നിയമങ്ങളുടെയും ചട്ടക്കൂടുകൾ ഭേദിച്ച് ബി.ജെ.പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായി ചുമതലയേറ്റിരിക്കുകയാണ് പ്രശാന്ത് ശിവൻ. സംഘടനാ തലത്തിൽ ഏറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന മുതിർന്ന നേതാക്കളെ അതൃപ്തിപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് നേരിട്ടെത്തിയ തീരുമാനത്തിലൂടെയാണ് പ്രശാന്തിന്റെ സ്ഥാനക്കയറ്റം. ആരാണ് പ്രശാന്ത് ശിവൻ? യുവമോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റായ പ്രശാന്തിന്റെ പ്രായം 35 വയസ്സാണ്. 35 മുതൽ 60 വയസ്സ് വരെ പ്രായപരിധി കൽപ്പിച്ചിരിക്കുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രവൃത്തി പരിചയമുള്ള നേതാക്കളുടെ അതൃപ്തികൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പ്രശാന്ത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. 6 വർഷമെങ്കിലും ബി.ജെ.പിയിൽ പ്രവർത്തിച്ച് യോഗ്യതയുള്ളവരെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അംഗീകരിക്കുക. എന്നാൽ പ്രശാന്ത് ശിവന് 4 വർഷം മാത്രമാണ് പരിചയമുള്ളത്. എന്നിട്ടും കേന്ദ്രത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ഉറപ്പിച്ച തീരുമാനം എത്തണമെങ്കിൽ അതിന് കാരണം എന്താണെന്ന് ബി.ജെ.പി നേതാക്കളടക്കം ഉറ്റുനോക്കുകയാണ്. ജില്ലാ ആസ്ഥാന കേന്ദ്രം ഉൾപ്പെടുന്ന പാലക്കാട് മണ്ഡലമുള്ള പാലക്കാട് ഈസ്റ്റ് ജില്ലയിൽ കേന്ദ്ര നേതൃത്വമാണ് പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി നിർദ്ദേശിച്ചത്. യുവത്വത്തിന്റെ പ്രസരിപ്പേറിയ യുവ നേതാവാണ് പ്രശാന്ത് എന്നാണ് പാർട്ടി നേതാക്കളുടെ പക്ഷം. തുടക്കത്തിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചിലർ ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അവസാന ഘട്ടത്തിൽ പാനൽ തിരിഞ്ഞ് വോട്ടെടുപ്പ് നടത്തിയപ്പോൾ പ്രശാന്തിന്റെ പേര് അതിലുണ്ടായിരുന്നില്ല. എന്നാൽ കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയ പട്ടികയിൽ പാനലിൽ മത്സരിക്കാത്ത പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടു. യുവമോർച്ചയിലെ പ്രവർത്തനങ്ങളും യുവാവെന്ന പരിഗണനയുമാവാം പ്രശാന്ത് ശിവനെ തെരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് വിലയിരുത്തലുകൾ ഉള്ളത്. യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്ത് ലാത്തി ചാർജുകൾക്കിടയിൽപ്പെട്ടും ചാനൽ ചർച്ചകളിലൂടെയുമാണ് ജനങ്ങൾക്കിടയിൽ തിരിച്ചറിയപ്പെടുന്ന ഒരു നേതാവായി മാറുന്നത്. അങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ പ്രശാന്ത് വിശദീകരിച്ചൊരു സംഭവമായിരുന്നു കൗഹഗ്. മാനസിക സംഘർഷം കുറയ്ക്കാൻ പശുവിനെ കെട്ടിപ്പിടിച്ചാൽ മതിയെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം. ഓട്ടിസം, ഡിപ്രഷൻ തുടങ്ങി സ്കിസോഫ്രീനിയ പോലുള്ള മാരക രോഗങ്ങൾക്ക് പോലും ഈ കൗഹഗ് പശുവിനെ കെട്ടിപ്പിടിക്കുന്നത് ഗുണകരമാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. പ്രശാന്തിന്റെ ഇത്തരം വിചിത്രമായ പല പ്രസ്താവനകൾ ചാനൽ ചർച്ചകളിൽ പരിഹാസശരങ്ങൾ ഏറ്റുവാങ്ങാൻ ഇടയാക്കിയിട്ടുമുണ്ട്.